ഇന്ത്യയിൽ ക്രൈസ്തവ പീഡനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഉത്തർപ്രദേശിൽ. ഈ വർഷം 99 കേസുകളാണ് സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്തത്. ഛത്തീസ്ഗഡാണ് തൊട്ടുപിന്നിൽ. 89 സംഭവങ്ങളാണ് ഛത്തീസ്ഗഡിലുണ്ടായത്. രാജ്യത്ത് ഈ വർഷം 478 കേസുകളാണ് ക്രൈസ്തവ പീഡനം സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഈ വർഷം കർണാടകയിൽ 58 ക്രൈസ്തവ പീഡന കേസുകളാണ് ഉണ്ടായത്. ജാർഖണ്ഡിൽ 44, മധ്യപ്രദേശിൽ 38, ബീഹാറിൽ 29, തമിഴ്നാട്ടിൽ 20, ഒഡീഷയിൽ 19, മഹാരാഷ്ട്രയിൽ 17, ഹരിയാനയിൽ 12, പഞ്ചാബിൽ 10 എന്നിങ്ങനെയാണ് ക്രൈസ്തവ പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമബംഗാളിലും രാജസ്ഥാനിലും 2 വീതം കേസുകളാണ് ഉണ്ടായത്. ആസാം, ഗോവ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഓരോ കേസുകളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഓഗസ്റ്റിൽ 50 കേസുകളാണ് ഉണ്ടായത്. സെപ്റ്റംബറിൽ 69, ഒക്ടോബറിൽ 77, നവംബറിൽ 56, ഡിസംബറിൽ 40 എന്നിങ്ങനെയാണ് പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വർഷം ജനുവരിയിൽ 37 കേസുകളാണ് ഉണ്ടായിരിക്കുന്നത്. 2016 മുതൽ രാജ്യത്ത് ക്രൈസ്തവ പീഡനങ്ങൾ ഏറിവരുന്നുവെന്നാണ് വിവിധ ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 2016-ൽ 330 അക്രമ സംഭവങ്ങളാണ് ഉണ്ടായത്. 2017-ൽ 440, 2018-ൽ 477, 2019-ൽ 527 എന്നിങ്ങനെയാണ് കേസുകളുണ്ടായത്. കഴിഞ്ഞ വർഷം 327 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. US ഫെഡറൽ ഗവൺമെന്റിന്റെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം സംബന്ധിച്ച കമ്മീഷന്റെ 2020-ലെ റിപ്പോർട്ടനുസരിച്ച് ന്യൂനപക്ഷ പീഡനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാംനിര രാജ്യങ്ങളുടെ പട്ടികയിലാണ്. ചൈന, ഉത്തര കൊറിയ, പാകിസ്ഥാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കുന്നത് ക്രൈസ്തവ പീഡനങ്ങൾ കൂടാൻ ഇടയാകുന്നുവെന്നും വിവിധ സംഘടനകൾ നടത്തിയ പഠനത്തിലും കണ്ടെത്തി. ഏറ്റവും ഒടുവിലായി കർണാടകയിലാണ് ഇത്തരമൊരു സാഹചര്യമുണ്ടായിരിക്കുന്നത്. മധ്യപ്രദേശിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്കു കടന്നിരിക്കുന്ന UPയിലും മറ്റും തീവ്ര ഹിന്ദു വിഭാഗങ്ങൾ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ നിത്യേന ഉണ്ടാകുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. ഷെക്യാന ന്യൂസ്, ദില്ലി.